കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ കൊച്ചിയിലെ 20,000-ഓളം വരുന്ന ആരാധകരെ നിശബ്ദരാക്കിക്കൊണ്ട് പഞ്ചാബ് എഫ് സി കൊച്ചിയുടെ മണ്ണിൽ നിന്നും വിജയമായി കയറിപ്പോയി. പക്ഷേ ആ വിജയത്തിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിച്ചത് മലയാളി താരമായിട്ടുള്ള രാഹുൽ KP ലൂക്ക മജിസൺ എന്ന പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരത്തിന്റെ താടിയിൽ ഏൽപ്പിച്ച ആഘാതം തന്നെയാണ്. അത് 2 ഫ്രാക്ചർ പുള്ളിയുടെ ജോയ്ക്കുണ്ടായി. പിന്നെ 6 മുതൽ 8 ആഴ്ച വരെ ലൂക്ക മജിസന് കളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ മത്സരത്തിൽ നിഹാൽ സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗോൾ നേടിയപ്പോൾ ലൂക്ക മജിസന്റെ ജേഴ്സി നമ്പർ ഉയർത്തി കാണിച്ച് പുള്ളിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ രാഹുൽ KPക്കെതിരെയും ഇതിനെ തുടർന്ന് നിരന്തരമായിട്ടുള്ള ആക്ഷേപങ്ങൾ സൈബർ ഇടത്തിൽ നേരിടുന്നുണ്ട്. പക്ഷേ രാഹുൽ KPക്ക് പിന്തുണയുമായി വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള അയ്മൻ പറയുന്നത് രാഹുൽ ലൂക്കയ്ക്ക് മേൽ ചെയ്തിരിക്കുന്ന ഫൗൾ ഒരിക്കലും മനഃപൂർവ്വമല്ല, അങ്ങനെ എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫൗളിന്റെ പേരിൽ രാഹുൽ KPയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും അദ്ദേഹം മനഃപൂർവ്വം അത്തരത്തിലൊരു ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ബോൾ വരുന്ന സാഹചര്യത്തിൽ ബോളിനെയാണ് രാഹുൽ KP അറ്റംപ്റ്റ് ചെയ്തത് എന്ന് അയ്മൻ പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എല്ലാവരും രാഹുലിനോടൊപ്പം ഉണ്ട്. അതുകൂടാതെ പഴയ ഇന്ത്യൻ ഗോൾ കീപ്പറായിരുന്ന അരിന്ദം ഭട്ടാചാര്യയും രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പീറ്റർ ഹഡ്ലെ പോലെയുള്ള കുറച്ച് ആളുകൾ രാഹുലിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും ബോളിനെ അറ്റൻഡ് ചെയ്ത് തന്നെയാണ് രാഹുൽ ചെയ്തതെന്നാണ് അയ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്.